നമസ്കാരം, ബാബുരാജ് അമ്പലപ്പാറയാണ്. ഇത് ഞങ്ങൾ 3 വീട്ടുകാർ, അതായത് എൻ്റെ വൈഫിൻ്റെ 2 അനിയത്തിമാരും അവരുടെ ഫാമിലിയും കൂടിയപ്പോൾ ഉണ്ടായ വിശേഷങ്ങളാണ് ഇന്ന്. ആദ്യം ഞങ്ങൾ വീട്ടിൽ വെച്ച് നടത്തിയ വടംവലി. അമ്പാടി ഇടയ്ക്കാ വലിച്ചു. ആയി ഓക്കെ അല്ലേ? റെഡി? ആ വലിക്ക്. ആ പോരാ പോരാ. അങ്ങനെ ആ ഇനി സന്തോഷം. അപ്പൊ റെഡിയാണോ? അപ്പൊ റെഡിയാണോ? ഓക്കെ, റെഡി? 1 2 3. അങ്ങനെ അത് സൂര്യ വലിച്ചിടുകയാണ്. പറക്കില്ല പറക്കില്ല. ഇനി കുഞ്ഞേട്ട ഒറ്റയ്ക്ക്, ബാക്കി ഞങ്ങൾ എല്ലാവരും. ആ അങ്ങനെ വെച്ചോക്കെ. അങ്ങനെ വേണോ? റെഡിയല്ലേ? അപ്പോൾ റെഡിയല്ലേ? സൂര്യ റെഡിയല്ലേ? സന്തോഷം റെഡിയാക്കി കേട്ടോ. ഓക്കെ, വലിച്ചോ വലിച്ചോ. അതാ അപ്പൊ മാനം പൂവരുത്, മാനം പൂവരുതടാ. ആ മതി. അത് അപ്പൊ ശരിക്കുള്ള പിടുത്താ പിടിക്കണം. അരേക്കോട്ട് അത് ജീവൻ പോയാലും കുഴപ്പമില്ല. അരേക്കോട്ട് അതെ. എന്താ ചെയ്യ? ഇനി ഏതാ ടീം പറയും? ഇനി ഏതാ? പല്ല് കടിച്ചു. റെഡി 1 2. തുടങ്ങിയ ചുണ്ണി മാറ്, ചുണ്ണി മാറ്. പോയി നീളം വേണം കുറച്ച്. ഞങ്ങൾക്ക് നീളം എന്താ വലിച്ച് മാവ് സ്റ്റാർട്ട് പറയും. എന്നാലും കറക്റ്റ് കൈ നോക്കണം. റെഡി? എന്ത്? റെഡി 1 2 3 സ്റ്റാർട്ട്. അങ്ങനെ വടംവലി കഴിഞ്ഞു. അതിൻ്റെ ക്ഷീണത്തിലെല്ലാവരും. അതിനിടയിൽ കിച്ചണിൽ വെച്ച ഫുഡൊക്കെ റെഡിയായി. പിന്നെ ഈ വടംവലി നടത്തുമ്പോൾ കയറുണ്ടല്ലോ, കയറ് വണ്ണം കമ്മിയാണ്. അത് കാരണം വീട്ടിലുള്ള കയറുകൊണ്ടാണ് വടംവലി നടത്തിയത്. അതുകൊണ്ട് കൈയൊക്കെ പൊട്ടിയിട്ടുണ്ട്, പലരുടെയും കൈ പൊട്ടിയിട്ടുണ്ട്. അതുപോലെ കൈ വേദന, കാല് വേദന. ഞങ്ങൾ ഇങ്ങനെ 3 കൂട്ടരും ഒന്നിച്ച് ചേരുമ്പോൾ എപ്പോഴും ഫുഡൊക്കെ റെഡിയായി കഴിഞ്ഞാൽ ആദ്യം കുട്ടികൾക്ക് കൊടുക്കും. കുട്ടികൾ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് കഴിക്കില്ല, അവർ നിലത്താണ് ഇരുന്ന് കഴിക്കുക. ഞങ്ങൾ ആണുങ്ങളെന്തായാലും ഡൈനിങ് ടേബിളിലായിരിക്കുള്ളൂ. പിന്നെ എല്ലാം കഴിഞ്ഞ് രാത്രി ഒരുപാട് വൈകിയാണ് സ്ത്രീജനങ്ങൾ കഴിക്കുക. അവർ കിച്ചണിൽ ഇരുന്ന് കഴിക്കുള്ളൂ. കിച്ചണിൽ നിലത്ത് ഇരുന്നിട്ട് അവരൊരുപാട് അവരുടേതായ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് ഒരുപാട് വഴുകും കഴിക്കാൻ.
അങ്ങനെ പിറ്റേ ദിവസം ഞങ്ങൾ അമ്പലപ്പാറയിൽ നിന്ന് നേരെ പടിഞ്ഞാട്ട്, അതായത് കീഴൂർ റോഡുണ്ട്, കീഴൂർ റോഡ്, അനങ്ങമല ഇക്കോ ടൂറിസം പറയും, അവിടേക്ക് പോയി. അവിടെ പോയി അതിങ്ങനെ നല്ല രസമാണ് അവിടെ കാണാൻ. ഇങ്ങനെ മലയുടെ മേലെ സ്റ്റെപ്പുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, മലയിൽ കൂടെ ഇങ്ങനെ കയറി പോകാൻ നമുക്ക്. ഒരുപാട് ആൾക്കാർ ഇപ്പോൾ വരുന്ന സ്ഥലമാണ് അവിടെ. ഇപ്പോൾ ദിവസേന അങ്ങനെ ആൾക്കാർ വരുന്നുണ്ട് അവിടെ. വൈകിട്ട് ഒരു 5 മണിക്കൊക്കെ പോയാൽ സൺസെറ്റൊക്കെ കണ്ട് പറയാം. അവിടെ ഒരു 6:30 വരെയൊക്കെ ഉള്ളൂ ടൈം, അങ്ങനെയാണ് എൻ്റെ ഓർമ്മ. 6:30 അവിടെ സെക്യൂരിറ്റി ഉണ്ട്, അവർ എല്ലാവരെയും വിളിച്ചിട്ട് ഇറക്കി വിടും. ഈ മലയുടെ മുകളിലേക്ക് എത്തണമെങ്കിലേ ഒരുപാട് സ്റ്റെപ്പുകൾ കയറണം. അപ്പോൾ ഈ സ്റ്റെപ്പൊന്നും കയറി ശീലമില്ലാത്തതുകൊണ്ട് ആൾക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ കാണും. ഇപ്പോൾ നമ്മുടെ ആൾക്കാരനെ സ്റ്റെപ്പ് കയറുമ്പോൾ കുറച്ച് ക്ഷീണത്തിലാണ്. ഇതവിടെ ഇങ്ങനെ നല്ല രസമാണ് കാണാൻ, കണ്ടില്ലേ? ഏറ്റവും മുകളിൽ കയറിയാൽ ഒരുപാട് ദൂരെ സ്ഥലങ്ങൾ കാണാൻ പറ്റും. ഇപ്പോൾ ഞങ്ങൾ വന്നിട്ട് ഏകദേശം 6 മണി കഴിഞ്ഞു. ഇപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇവിടെ നിന്ന് നോക്കിയാലേ അടുത്തുള്ള മലകളൊക്കെ സുഖമായിട്ട് കാണാൻ പറ്റും. നല്ലൊരു വേറിട്ട കാഴ്ച തന്നെയാണ്. അതാണ് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ടൂറിസം പദ്ധതിക്ക് ഗവൺമെൻറ് കൊടുക്കുന്നത്. അങ്ങനെ ഞങ്ങൾ കയറിയിട്ട് ഏകദേശം ഏറ്റവും മുകളിലെത്തി. ഇവിടെ ഒരു ഏറ്റവും മുകളിൽ എന്ന് വെച്ചാൽ നല്ല രസമാണ് കാണാൻ. നല്ല പരന്നൊരു ഭാഗമുണ്ട്, ഒരു പ്ലാറ്റ്ഫോമുണ്ട്. മലയുടെ ഏറ്റവും മുകളിൽ കുറച്ച് നിരന്ന സ്ഥലമുണ്ട്. അവിടെ ഊഞ്ഞാലുണ്ട്, ഇരിക്കാനുള്ള പാർക്കുകളുണ്ട്. അങ്ങനെ കുട്ടികൾ ഊഞ്ഞാലിൽ ഇരിക്കുന്നുണ്ട്, ഊഞ്ഞാലിൽ ആടാൻ വേണ്ടിയിട്ട് അവർ ആട്ടിക്കൊടുക്കുന്നുണ്ട്. ഈ ഊഞ്ഞാലാടാൻ ആൾക്കാർ ഒരുപാട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ തന്നെ കുറേ ടീമുണ്ട്. ഇത് കഴിഞ്ഞിട്ടിപ്പോൾ മറ്റവർക്ക് എപ്പോഴാണ് കിട്ടുകയെന്ന് അറിയില്ല. അങ്ങനെ ഇപ്പോൾ ഏടത്തി അനിയത്തിമാർ, നടുവിലിരിക്കുന്ന ആളാണ് മൂത്ത ആൾ, രണ്ടാമത്തെ ആൾ റോസ്, ചുവപ്പാണ് ഏറ്റവും ഇളയത്. 3 ആളും കൂടി ഊഞ്ഞാലാടിയിട്ടിപ്പോൾ ഊഞ്ഞാൽ എന്താവുന്നാവും, കുഴപ്പമില്ല, തടി കിട്ടി. ഇനി ചെറിയ കുട്ടികളാണ് ആടുന്നത്. അങ്ങനെ ഊഞ്ഞാലാട്ടൊക്കെ കഴിഞ്ഞു. ഇനി കുറച്ച് ഫോട്ടോ സെഷൻ. നല്ല രസമാട്ടോ ഇവിടെ ഇരിക്കാൻ. ഒരു നല്ല തണുത്ത കാറ്റ് വരും, പിന്നെ പാറയുടെ ചെറിയൊരു ചൂടും. ആകെ മൊത്തത്തിൽ നല്ല രസമാണ്, ഒരു ആസ്വദിക്കാൻ പറ്റിയ അന്തരീക്ഷമാണ്. അങ്ങനെ സൺസെറ്റിൻ്റെ ഒപ്പം ഞങ്ങളൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു. ഈ ഗ്രൂപ്പ് ഫോട്ടോ ഞാനെടുക്കൊണ്ട് അതിൽ ഞാൻ പെട്ടിട്ടില്ല കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഇറങ്ങി അവിടുന്ന്. അങ്ങനെ നേരെ രാത്രി ഒറ്റപ്പാലത്തേക്ക്, ചെറിയ അനിയത്തിയുടെ വീട്ടിലേക്ക്. കുട്ടികളെല്ലാവരും അടിപൊളി രസത്തിലാണ്. വലിയവർക്കും ഹാപ്പി തന്നെയാണ് കേട്ടോ, അതൊരു മാറ്റമൊന്നുമില്ല. എല്ലാവരും ഒത്തുകൂടുമ്പോൾ ഒരു പ്രത്യേക ഹാപ്പിയാണ്. നിങ്ങളും അങ്ങനെയൊക്കെ എല്ലാവരും ഒത്തുകൂടില്ലേ ഇടയ്ക്ക്? ഇതിപ്പോൾ ഒറ്റപ്പാലത്തെ അനിയത്തിയുടെ വീട്ടിലെ ഫുഡ് പരിപാടിയാണ്. ഞങ്ങളിങ്ങനെ ഒത്തുകൂടിയ ചിക്കനും ബിരിയാണിയും മാത്രമേ ഉണ്ടാവുള്ളൂ. ചിക്കൻ പൊരിച്ചത്, ചിക്കൻ ചില്ലി ഒന്നും പറയണ്ട. എവിടെ പോയാലും ഞങ്ങൾ ഫുഡായി കഴിഞ്ഞാൽ കുട്ടികൾക്കാണ് കേട്ടോ ആദ്യം കൊടുക്കുക. കുട്ടികൾക്ക് കൊടുത്തിട്ട് അവർ വിശപ്പ് തീർന്നാൽ നമുക്ക് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖം. ഇപ്പോൾ ഇവിടെ കുട്ടികൾക്ക് കൊടുക്കാനുള്ള പരിപാടി തുടങ്ങി. നിലത്ത് തന്നെയാണ്, എവിടെ പോയാലും നിലത്ത് ഇരുന്നിട്ടാണ് കുട്ടികൾ കഴിക്കുക. കാരണം അത്രയും വലുപ്പമുള്ള സ്ഥലം നിലം തന്നെ ഉണ്ടാവുള്ളൂ, ഡൈനിങ് ടേബിളിൽ സ്ഥലം ഉണ്ടാവില്ലല്ലോ. അങ്ങനെ ഞങ്ങളുടെ ടീമിൻ്റെ സമയമായി. ഞങ്ങൾ ആദ്യം ഒന്നും സംസാരിക്കണില്ല, അങ്ങോട്ട് തുടങ്ങി വെച്ചു പരിപാടികൾ. സംഭവം സെറ്റാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്, എല്ലാവർക്കും നല്ല കൈപ്പുണ്യം. അതുകൊണ്ട് ഞങ്ങളുടെ കാര്യം തടി കിട്ടി. എനിക്കിപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളോട് പറയാനുള്ള റിക്വസ്റ്റ് എന്താ വെച്ചാൽ, ഞങ്ങളിങ്ങനെ ഇടയ്ക്ക് വീഡിയോ ഒക്കെ ഇടും, നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ സബ് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യണേ, അതാണ് പറയാനുള്ളത്. ഞങ്ങളുടെ ഫുഡ് കഴിക്കൽ ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്തി. ഇനി സ്ത്രീജനങ്ങളാണ്, അവർ ഇവിടെ വന്നാൽ ഡൈനിങ് ടേബിളിലായിരിക്കുള്ളൂ, ഡൈനിങ് ടേബിളിൽ ഇരുന്ന് കഴിക്കും. ഓക്കെ, വെക്കേഷനിലൊക്കെ ഇങ്ങനെ എല്ലാവരും ഒത്തുകൂടുമ്പോഴേ ഒരു ഭയങ്കര ഹാപ്പിയാണ്, എല്ലാവർക്കും മനസ്സിനും ഒരുപാട് സന്തോഷമാണ്. അപ്പോൾ ശരി, ഓക്കെ, താങ്ക് യു.